ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നാപ്ഷോട്ട് വ്ലോഗിന്റെ അടുത്തൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം ഉള്ളൊരു ഇൻട്രോ. ഇന്ന് ധീരജാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ അധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. യെസ്, എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ഓഫ് കോപ്പിറൈറ്റ് കിട്ടും. നമ്മുടെ ഉറ്റ സുഹൃത്ത്, നമ്മുടെ നൻപൻ ആയ അർജുന്റെ എൻഗേജ്മെന്റ് ആണ്, അർജുന്റെ ഡാറുന്റെ. അപ്പോൾ ഞങ്ങള് റെഡി ആവാനൊക്കെ പോണുള്ളൂ. അപ്പൊ ഞങ്ങൾ റെഡി ആവാൻ പോയി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയിട്ട് അവന്റെ പെണ്ണുകാണുടെ വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ. ഓക്കെ, പെണ്ണുകാണുടെ സ്വപ്നം കണ്ട് കിടക്കുന്ന അർജുൻ ജയകുമാർ. ഓ, നാളെ ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങൾ നമ്മുടെ അർജുൻ ജയകുമാർ പെണ്ണുകാണൽ ചടങ്ങിലോട്ട് പങ്കെടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അർജുന്റെ പെണ്ണുകാണലാണിത്. അപ്പൊ ഞങ്ങള് അതിനു വേണ്ടി പൊക്കൊണ്ടിരിക്കുകയാണ്. അർജുന്റെ കല്യാണം അർജുന്റെ പെണ്ണാടലാണ് നമ്മളതിന് വേണ്ടി അർജുന പെണ്ണുകാണലിന് മുമ്പുള്ള ഈ നിമിഷത്തിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്? എടാ, ചേട്ടൻ കല്യാണം കഴിക്കാൻ പറ്റിയതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? നിനക്ക് ശോകമായിരിക്കും. ആദ്യത്തെ പെണ്ണാണുള്ള എക്സ്പീരിയൻസ് ആണ്, അല്ലല്ല? നീ മുന്നേ പോയിട്ടില്ല? കുഞ്ഞറിന്റെ വീട്ടില? ഇല്ല. അപ്പൊ എന്റെ ലൈഫിൽ ആദ്യത്തെ, നിന്റെ ലൈഫിൽ ആദ്യത്തെ അല്ലേ? ഇവന്റെ ലൈഫിൽ ആദ്യത്തെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ആദ്യത്തെ പെണ്ണുകാണലിന് കൂടെ പോകുന്ന എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പെണ്ണുകാണലിന്റെ വളരെ അടുത്ത മുഹൂർത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഗൈസ്. നമുക്ക് വഴിയൊക്കെ എത്ര വട്ടം പോയിട്ടുള്ള വഴികളാണ്. കല്യാണ ചെക്കൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. വെള്ളം കുടിക്കും. എങ്ങനെയുണ്ട് വെള്ളം? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അർജുനെ കണ്ടിട്ടെന്തു? അർജുനെ എന്തെങ്കിലും സംസാരിക്കണം. എടി സംസാരിക്കും. അടുക്കള കഴിക്കാനല്ല പറഞ്ഞ, സംസാരിക്കാനാ പറഞ്ഞ. അവര് പെണ്ണൊക്കെ കണ്ടു കഴിഞ്ഞ് ഒഫീഷ്യലായി എല്ലാം നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതിനെപ്പറ്റി അർജുനെ എന്താ പറയാനുള്ളത്? എല്ലാം ഉറപ്പിച്ച്. ഈ സാഹചര്യത്തിൽ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? പറയൂ. ഇത് വളരെ നല്ലൊരു ഇതാണ്. എന്നാ നിനക്കെന്താ പറയാനുള്ളത് ഈ സാഹചര്യത്തില്? ആനന്ദ തുന്തിലിതയാണ്. ഗേറ്റും വിളിച്ചപ്പോ താഴെയാണ്. അമ്മായി, എങ്ങനെയാണ് അച്ഛൻ്റെ പെൺകൊച്ച്? നേരത്തെ കണ്ടത് കൊണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലടാ. നമ്മുടെ ചങ്ക് കൂട്ടുകാരൻ അർജുന്റെ പെണ്ണാണലാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. അങ്ങനെ പെണ്ണാണൽ കഴിഞ്ഞു ഗൈസ്. അർജുന്റെ ഗൈസ്. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം ഈ കാണുന്ന നമ്മളുടെ മജ്ലിസ് ഓഡിറ്റോറിയം നമ്മളുടെ പൊന്നന്റെ എൻഗേജ്മെന്റിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതാണ് ഗൈസ്. അപ്പൊ നിങ്ങള് പെണ്ണാണൽ വീഡിയോ ഒക്കെ കണ്ടില്ലേ? ഇനി ഞങ്ങൾ പോയിട്ട് റെഡി ആയിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മൾ റെഡിയായി, നമ്മളത് അർജുനെ കാണാൻ പോവാണ്. അവനവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവന്റെ കോലം എന്താണെന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം. ഇതേപോലത്തെ ജുബയൊക്കെ അവന് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇനി അവന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കാണിക്കായിട്ട് ഇപ്പൊ കാണിക്കാം. ധീരജ്
ഞാൻ കുറച്ച് സിമ്പിൾ ആയി പോയി. അതെ. കല്യാണ ചക്കര ഇപ്പൊ മാറിപ്പോകും. അമലാണോ ഒറിജിനാണോ കല്യാണ ചക്കര? നമ്മുടെ പയ്യന്റെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരിപാടിയാണ്. അപ്പൊ നമ്മള് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ നമ്മുടെ പയ്യൻ റെഡി ആയിട്ടുണ്ട്. ദീപക് ഇതിന്റെ ഓണത്തിനിട്ട് അതേ കുർത്തല്ലേ? ഓണത്തിന്റെ വ്ളോഗില് ദീപകിന്റെ ഈ കുർത്ത എല്ലാവർക്കും കാണണമെങ്കിൽ ഓണത്തിന്റെ വ്ളോഗിന്റെ പോപ്പ് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. CK ദിസ് ഈസ് അരവിന്ദ് ബാബു. നിങ്ങൾ എന്റെ വ്ളോഗിൽ കാണാൻ ചാൻസ് ഇല്ല. അരവിന്ദ് ബാബു എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറയൂ. ഹായ്. ദിസ് ഈസ് ധീരജ് ശശിധരൻ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ. അർജുന നിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കട്ടെ ഗൈസ്. ഇതാണ് ഇന്നത്തെ അർജുന്റെ ലുക്ക്. ഗൈസ് ഇന്നത്തെ ഈ എടുക്കുന്ന വ്ളോഗ് മുഴുവൻ നിങ്ങളുടെ മുന്നിൽ എഡിറ്റ് ചെയ്ത് അതിമനോഹരമായി എത്തിക്കാൻ പോകുന്നത് നമ്മളുടെ അതുൽ CK ആയിരിക്കും. നമ്മുടെ എഡിറ്റർ അതുൽ CK. അപ്പൊ ഈ വീഡിയോയിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇവനെ പള്ളു പറഞ്ഞാൽ മതി. ധീരജ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഫുള്ള് ഐഫോൺ ഹാൻഡിൽ ചെയ്യുന്നത്. ഫോട്ടോഷൂട്ടും അങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളായിട്ട് ഞാൻ ക്യാമറ ആയിരിക്കും പിടിക്കുന്നത്. അതിലും കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഫുള്ള് ഞങ്ങളുടെ അലമ്പായിരിക്കും അല്ലേ ധീരജ്? അപ്പൊ ഞങ്ങളിപ്പോ വന്നിട്ട് ഷൂട്ടിന് പോയാണ്. അപ്പൊ നമുക്ക് ഡാറുവിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കല്യാണ പയ്യൻ. കഷ്ടപ്പെട്ട് പോസ് ചെയ്യാണ് പുള്ളി. നല്ല നാണം കണ്ടില്ല എന്റെ മുഖത്ത്. ഇതാണ് അമലും ഗ്യാങ്ങും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ശുണ്ട്രുമണിക്ക് വേണ്ടിയുള്ള ശുണ്ട്രുമണിയാണ് ഗൈസ് ഇവിടെ നിൽക്കുന്നത്. ഇതാണ് ശുണ്ട്രുമണി. ഇത് ഞങ്ങളുടെ ശുണ്ട്രി ഡാറു. രണ്ടുപേരും ഒരുമിച്ച് നടക്കും. ഒരുമിച്ച് നടന്നാണ് അവരിങ്ങനെ ആയത് ഗൈസ്. എന്താണ് എൻഗേജിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ്? വിശക്കുന്നുണ്ട് എനിക്ക്. കഴിച്ചിട്ടില്ലല്ലേ? ശുണ്ട്രുമണി വിശക്കണ്. എന്തേലും വാങ്ങിച്ചു കൊടുക്ക അർജുന. അർജുൻ പോലെ ഇല്ല വേണ്ട. അപ്പൊ ഡാറുവിനെ കണ്ടിട്ട് എന്ത് തോന്നി? ഡാറുവിന്റെ ഡ്രസ്സിങ് ഔട്ട്ഫിറ്റിനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? പറ. This is 4,000. Okay. This is 5,000, 6,000, 8,000, 9,000. And Arjun is worth for no money. ഇതിപ്പോ ഇവര് രണ്ടുപേരും കല്യാണം കഴിച്ചതായിട്ട് നമുക്ക് തോന്നും. എങ്ങനെയുണ്ടായി നിങ്ങളുടെ കല്യാണ എക്സ്പീരിയൻസ്? നമ്മുടെ രാഹുൽ മാമൻ എത്തിക്കഴിഞ്ഞു അർജുന്റെ എൻഗേജ്മെന്റ് കൂടാൻ. അടുത്ത എൻഗേജ്മെന്റ് മാമന്റെ ആയിരിക്കുള്ളൂ മിക്കവാറും. ആഫ്റ്റർ എ ലോങ് ടൈം ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ വ്ളോഗ്. അപ്പൊ നമ്മുടെ വധു വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. എൻഗേജ്മെന്റിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപുള്ള ഇതാണ് അർജുന്റെ. എൻഗേജ്മെന്റിന് തൊട്ട് മുമ്പുള്ള മുഹൂർത്തങ്ങളാണ്. അർജുൻ എന്താണ് നിമിഷത്തിൽ തോന്നുന്നത്? അടുത്തെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പയ്യൻ ട്വിസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ചിരിക്കാൻ പഠിച്ചോ? മൊത്തം നമ്മുടെ അർജുന്റെ ഹോൾ ഫാമിലിയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഗൈസ്. ദിസ് ഈസ്
ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അമൽ സുധിയുണ്ട് ബ്ലോഗ്. നമ്മുടെ അർജുന്റെ പിള്ളേരെ എല്ലാരും കൂടെ അർജുന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ കയറാൻ പോണ അർജുന്റെ പിള്ളേര് സൗരവ്, താടിയില്ലാത്ത സൗരവ്, അഡ്വക്കേറ്റ്, താടിയുള്ള CK, പക്ഷെ താടി മുടിയില്ലാത്ത CK, മധു, അർജുന്റെ കൂടെ MBA പഠിച്ച ഫ്രണ്ട്സ് ആണ് ഗൈസ്. രാഹുൽ റോമി, കിയയിൽ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഇവനെ വിളിച്ചാൽ മതി ഗൈസ്. നമ്മളെല്ലാരും അർജുന്റെ പിള്ളേര്, അർജുന്റെ ബഡീസ് എല്ലാരും ഫോട്ടോ എടുക്കാൻ കയറാൻ പോവാണ്. അർജുന്റെ പിള്ളേരെല്ലാരും ഫോട്ടോ എടുക്കാൻ പോവാണ്. അർജുന്റെ ഗൈസ് ഹാപ്പി എൻഗേജ്മെന്റ് അർജുൻ. ദിസ് ഈസ് മൈ വ്ലോഗ്. ഡാറു, അപ്പൊ വീണ്ടും ഞങ്ങൾ യൂട്യൂബിലേക്ക് വരികയാണ്. സൗരവ് ഇവിടെ വാ, ഇനി ഫാമിലി വൈബ് പിന്നെ അറ്റൻഡ് ചെയ്യാം. ദിസ് ഈസ് സൗരവ് മേനോൻ. വീഡിയോ ഹായ് പറയൂ. അഭിനയ് ഹായ് പറയൂ. ഇതൊക്കെ ശരിക്കും വ്ലോഗാണ്, നീ എന്താ കരുതിയത്? അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം ആവണി പൊന്നു ചന്ദ്രനെ ചന്ദ്രനെ ചന്ദ്രന ചാറ് മുടക്കുമായോ ചന്ദ്രനെ. അച്ഛാ, എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ് അമ്മ ഹായ് പറഞ്ഞേ. അമ്മാവൻ ഹായ് ഹായ് പറഞ്ഞേ. My subscribers, Arjun's engagement, we are rocking. ഹായ് പറയണം സബ്സ്ക്രൈബേഴ്സ്. രണ്ടമ്മമാര് ഹായ് പറഞ്ഞേ. കിളിക്കൊരുക്കൂട് പച്ചക്കറി വഴിയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വഴിയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാ. നമ്മളുടെ പൊന്നിന്റെയും ഡാറുവിന്റെയും നമ്മൾ കാത്തിരുന്ന ദിവസമായ എൻഗേജ്മെന്റ് വളരെ മനോഹരമായി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ പൊന്നിനും ഡാറുവിനുള്ള രണ്ട് സ്പോണ്ടേനിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഡാറുവിനുള്ള തോന്നിയ ആ ഒരു സാഹചര്യത്തിലുണ്ടായ രണ്ട് കാരണങ്ങൾ പെട്ടെന്ന് തോന്നിയ രണ്ട് കാരണങ്ങൾ. എന്നെ റീഡ് ചെയ്യാൻ ശ്രമിച്ചോളൂ. ആ ഒരു റീഡിങ് മെന്റാലിറ്റി ഞാൻ പൊതുവേ ഒരു കോമണി നോക്കിയപ്പോ എനിക്ക് കൂടുതൽ റീഡ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരു ആളായിട്ടാണ് എനിക്ക് അവളെ ഫീൽ ചെയ്തത്. അപ്പൊ പറയണെന്ന് വെച്ചാൽ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പാട്ട്. അതെ. കാരണം ഇനി നീ പറയൂ, നമ്മുടെ പൊന്നിന് നിനക്ക് കല്യാണം കഴിക്കാൻ പെട്ടെന്ന് തോന്നിയ കാരണം രണ്ട് കാരണങ്ങൾ. ഞാൻ എന്ത് കുരുത്തക്കേട് ചെയ്താലും അത് സഹിച്ച് എന്ത് കാണിച്ചാലും സഹിച്ച് എന്റെ കൂടെ നിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഫേവറേറ്റ് കളർ എന്താണ്? ബ്ലാക്ക്. ശരിക്കും നിന്റെ ഫേവറേറ്റ് കളർ അത് ഗൈസ് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഇവര് പ്ലാൻ ചെയ്ത് ഞാൻ കരുതിയില്ല ഗൈസ്. അതെ, ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇത്ര പ്രതീക്ഷയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്. രാവിലെ തൊട്ട് ഇവര് റെഡി ആയിട്ട് ടയേർഡായിട്ട് നിൽക്കാണ്. അപ്പൊ ഇന്ന് ഇവരെ കൊണ്ട് ഇത്രയും വീഡിയോസും അത്യാവശ്യം നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെൽ ബട്ടൺ കൂടി നമ്മൾ ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അമൽ സുധി സൈനിങ് ഓഫ്. ഫ്രണ്ടിലേക്ക്